എസ് കെ സതീഷ്, ഇവിടെ ഇവിടെ ശ്രീ എന്താണ് വി ആർ നു പറയുന്നു ഇത് പിണറായി കാലമല്ല, അവിടെ തെറ്റുണ്ട് ഉള്ളപ്പോൾ തെറ്റ് ചർച്ചയായാൽ അത് അവർ തിരുത്തും. അത് ശരിയാണ്, ആ തിരുത്ത് നമ്മൾ കണ്ടതാണ്. ആരുടെ സണ്ണി ജോസഫിൻ്റെ ബന്ധു നിയമന കാര്യത്തിൽ ഇപ്പോഴൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അവരോട് തന്നെ നമുക്ക് വീണ്ടും ചോദിക്കാം. പക്ഷേ ഇവിടെ പത്മകുമാറിനെ എന്തുകൊണ്ട് പുറത്താക്കുന്നില്ല എന്ന ചോദ്യത്തിന് കുറ്റപത്രം വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പത്മകുമാറിന് നടപടി വേണമെന്ന് തീരുമാനിക്കാൻ മാരകമായ ഒരു പരാജയം വേണ്ടി വന്നു. അവിടെ കൊണ്ട് തീർന്നോ? അടുത്ത ദേവസ്വം ബോർഡ് അധ്യക്ഷൻ പി എസ് പ്രശാന്ത് അടുത്തയാഴ്ച വീണ്ടും SITക്ക് ചോദ്യമുൻപിലേക്ക് വീണ്ടും പോവാണ്. അതുകൊണ്ട് CPM രക്ഷപ്പെട്ടിട്ടില്ല. ശ്രീ എസ് കെ സതീഷ്. ഹാഷ്മി, ഒരു കാര്യം ഇവിടെ പറഞ്ഞ കുറേയേറെ കാര്യങ്ങളുണ്ട്. എത്ര ലാഘവത്തോടു കൂടിയാണ് ഇവരെല്ലാവരും ഈ വിഷയത്തെ കാണുന്നത് എന്ന് നാം ഗൗരവത്തിൽ പരിശോധിക്കണം. ഒന്ന്, തിരുത്തി എന്ന ഒരു പ്രസ്താവന, അല്ലെങ്കിൽ തിരുത്തി എന്ന ലാഘവബുദ്ധിയോടുകൂടിയുള്ള ചർച്ചയിലെ സംസാരങ്ങൾ, അതുപോലെ തന്നെ ശ്രദ്ധക്കുറവ് എന്ന് പറയുക. ചെറിയൊരു ശ്രദ്ധക്കുറവാണ് ഉണ്ടായത്. തിരുത്തൽ നടത്തിയില്ലേ എന്നാണ് ശ്രീ അനൂപ് ഉൾപ്പെടെ പറയുന്നത്. ശ്രീ അനൂപിനുൾപ്പെടെ ശ്രീ VD സതീശനെ തിരുത്തേണ്ടി വന്നു. സത്യപ്രതിജ്ഞ ചെയ്ത ഉടനെ BR അംബേദ്കറെ വായിക്കണമെന്ന് ശ്രീ അനൂപിനുൾപ്പെടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോട് പറയേണ്ടി വന്നു. അപ്പം നല്ല തിരുത്തൽ അടിത്തട്ടിൽ നിന്ന് തന്നെ അദ്ദേഹം ആരംഭിക്കണം എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ഇവിടെ തിരുത്തൽ മതിയാവില്ലല്ലോ എന്നുള്ളതാണ് പ്രശ്നം. ഇവിടെ ഇപ്പോൾ മുഖ്യമന്ത്രിയെ തിരുത്താൻ, ബിന്ദുകൃഷ്ണനെ തിരുത്താൻ, വെള്ളാപ്പള്ളിയെ കണ്ട മനുഷ്യന്മാരെ തിരുത്താൻ ഒരു സാധാരണ അനൂപിനടക്കം കഴിയുന്നുണ്ട്. നിങ്ങളുടെ കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് അതിനെ കളിയാക്കരുത്. അല്ല 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 ആഷ്മി, ഞാൻ കളിയാക്കിയതല്ല. ഒരു കാര്യം, ആരാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന് നമ്മൾ വയ്യ അറിയട്ടെ. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ശ്രീ അനൂപ് പറഞ്ഞ ഒരു കാര്യത്തിൽ ഞാൻ പറഞ്ഞു എന്ന് മാത്രം. അംബേദ്കറെ പഠിക്കേണ്ട ഒരു മുഖ്യമന്ത്രി ഈ രാജ്യത്ത് VD സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി ഉണ്ട്. സത്യപ്രതിജ്ഞ ചെയ്യുന്ന ദിവസം അത് പറയേണ്ടി വരുന്നു. ഭരണഘടന ശില്പിയെ പഠിക്കേണ്ട ഒരു മുഖ്യമന്ത്രിയാണ് എന്ന് പറയേണ്ടി വന്നു. അത്ര മാത്രമേ ഞാൻ ഇപ്പോൾ പറഞ്ഞു വെക്കുന്നുള്ളൂ. പിന്നെ പ്രശ്നം അവിടെയല്ല. പ്രശ്നം SIT തന്നെ ഈ വിഷയത്തിനകത്ത് ആശങ്ക പ്രകടിപ്പിച്ചു. സ്പെഷ്യൽ ഓഫീസറെയും അതുപോലെ തന്നെ കോടതിയെയും ഈ അപ്പോയിൻമെൻ്റ് വിവരം അറിയിച്ചു. സ്വാഭാവികമായും ഈ പറഞ്ഞ തിരുത്ത് എന്ന് പറയുന്നത് എളുപ്പത്തിലുള്ളൊരു തിരുത്തൊന്നുമല്ല. കാരണം ചിലപ്പോൾ കോടതിയിൽ നിന്ന് തന്നെ ചോദ്യം ഉണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ രണ്ട് കാര്യങ്ങൾ സൂചിപ്പിച്ചത്. രാജ്യത്തെ ബാർ കൗൺസിലിൻ്റെ ചട്ടങ്ങൾക്കും നിയമങ്ങൾക്കും എതിരാണ് ഈ നിയമനം. സുപ്രീം കോടതിയുടെ വിധി വളരെ കൃത്യമായി പറയുന്നുണ്ട്, ആ വിധിക്ക് എതിരാണ് ഈ നിയമനം. അപ്പോൾ സുപ്രീം കോടതി വിധിയും ബാർ കൗൺസിലിൻ്റെ നിയമവും നിലനിൽക്കെ അതിന് വിരുദ്ധമായി നടത്തിയ നിയമനം നാളെ കോടതിയിൽ തന്നെ ഒരു മറുപടി പറയേണ്ടി വരും എന്ന സാഹചര്യം കൂടി ഒരു വാളായി തലയ്ക്ക് മുകളിൽ ശ്രീ VD സതീശൻ്റെയും കൂട്ടരുടെയും മുന്നിൽ നിന്നിരുന്നു എന്ന കാര്യം കൂടി നമ്മൾ ഗൗരവത്തിൽ കാണേണ്ടതുണ്ട്. മറ്റൊന്ന്, ഇത്തരത്തിലൊരു നിയമനം അത് ആരും അറിയാതെ എങ്ങനെയോ വന്നു എന്നൊന്നും പറയാൻ വേണ്ടി കഴിയില്ല. ഇതിന് ഒരുപാട് പ്രൊസീജിയറുണ്ട്. ഇത് സ്പെഷ്യൽ ആയി ഇങ്ങനെ ഒരു ക്ലീനറെ നിയമിക്കുമ്പോൾ അത് മന്ത്രിസഭയുടെ അംഗീകാരം ഉണ്ടാകേണ്ടതുണ്ട്. ആദ്യം അഡ്വക്കേറ്റ് ജനറലാണ് ഇത്തരത്തിലൊരു പേര് നിർദ്ദേശിക്കേണ്ടത്. അങ്ങനെ ഒരു പേര് നിർദ്ദേശിച്ചു കഴിഞ്ഞാൽ നിയമവകുപ്പിന് അത് എത്തിക്കണം. നിയമവകുപ്പിനെത്തിയാൽ അതിൻ്റെ സെക്രട്ടറി ഉൾപ്പെടെ കാണണം. തുടർന്ന് മുഖ്യമന്ത്രിയിലേക്ക് വരണം. മുഖ്യമന്ത്രി അത് പരിശോധിച്ച് വീണ്ടും വകുപ്പിലേക്ക് പോകണം. ചീഫ് സെക്രട്ടറി ഉൾപ്പെടെ കൈകാര്യം ചെയ്യണം. അതിന് ഒരുപാട് പ്രൊസീജിയർ ഉണ്ട്. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഇതെല്ലാം പൂർത്തീകരിച്ചിരുന്നോ? എന്നിട്ട് മന്ത്രിസഭയുടെ മുന്നിൽ അംഗീകാരത്തിന് നൽകി ഈ പ്രക്രിയ നടത്തിയിട്ടാണോ, ക്യാബിനറ്റ് നോട്ടിലൂടെ ഈ കാര്യം വന്നിട്ടാണോ, ഈ പറഞ്ഞ പ്രൊസീജിയർ പൂർത്തീകരിച്ചിട്ടാണോ ഇവിടെ ഈ പറഞ്ഞ ആളെ നിയമിക്കുന്നത് എന്ന ചോദ്യം ഉയർന്നു നിൽക്കുകയാണ്. ചോദ്യത്തിന് ഇവർ പണ്ടേ ഉത്തരം പറയുന്നില്ലല്ലോ. ഈ കേസുമായി ബന്ധപ്പെട്ട് സോണിയാഗാന്ധിയെയും അവരുടെ വസതിയിൽ പോയി കണ്ട ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഈ പറഞ്ഞ രമേശ് ഭണ്ഡാരിയും പ്രതികളുമെല്ലാം എങ്ങനെ അവിടെ എത്തി എന്ന ചോദ്യം ഇപ്പോഴും ഉത്തരം കിട്ടാത്തൊരു ചോദ്യമാണ്. ആ ഉത്തരം കിട്ടാത്ത ചോദ്യത്തിൻ്റെ കൂടെ ഈ പറഞ്ഞ പ്രൊസീജിയർ പാലിച്ചിരുന്നോ എന്ന രണ്ടാമത്തെ ചോദ്യം ഉയർന്നു നിൽക്കുന്നു. അതുപോലെ തന്നെ ഇയാൾ ഇങ്ങനെ ഒരു പ്രതിയുടെ ആളെ വാദിയാക്കി മാറ്റുന്നത് എന്തിനു വേണ്ടി എന്ന ചോദ്യം രണ്ടാമതും നിൽക്കുന്നു. മൂന്നാമത്തെ ചോദ്യം എന്താണ്? മൂന്നാമത്തെ ചോദ്യം, ഇദ്ദേഹം ഈ ചുമതല ഏറ്റെടുത്ത് രാജിവെച്ചതിനുള്ളിൽ നടത്തേണ്ട കാര്യങ്ങൾ നടത്തിയോ എന്ന സംശയവും ബാക്കി നിൽക്കുന്നു. ആ സംശയം എന്താണ്? കാരണം ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ, ആ രേഖകൾ ഫയൽ വിളിച്ച് പരിശോധിക്കാൻ ഇദ്ദേഹത്തിന് കഴിയും.
അപ്പോൾ ഈ പ്രതികൾ, തൻ്റെ ഇത്രനാളും വാദിച്ച പ്രതികൾ, ചാനലിലും കോടതിയിലും വാദിച്ച, പൊതുസമൂഹത്തോട് വാദിച്ച ഒരു വ്യക്തി ഈ രേഖകൾ മുഴുവൻ കാണാൻ അവസരം ലഭിക്കുന്നു, ആ കേസിലേക്ക്, ഉള്ളടക്കത്തിലേക്ക് കടക്കാൻ വേണ്ടി കഴിയുന്നു എന്ന സാഹചര്യമുണ്ട്. പിന്നെ ബഹുമാന്യനായ മുഖ്യമന്ത്രി എന്തുകൊണ്ട് ഇപ്പോൾ സംശയത്തിൻ്റെ നിഴലിലാവുന്നു എന്ന് ചോദിച്ചാൽ, ഈ കേസ് ഉയർന്നു വരുന്ന ദിവസം നമുക്ക് ഓർമ്മയുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഇതിലെ പ്രധാന കള്ളൻ മാധ്യമങ്ങളോട് പറയുകയാണല്ലോ, ഇങ്ങനെ ഒരു പീഠം കാണാനില്ല എന്ന് പറഞ്ഞ് പത്രമാധ്യമങ്ങളോട് അന്നത്തെ അയ്യപ്പ സംഗമം പൊളിക്കാൻ വേണ്ടി പറയുന്നു, അതിനെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി പറയുന്നു. ആര് പറയുന്നത്? ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ്, നമുക്ക് ഓർമ്മയില്ലേ? ആ ഉണ്ണികൃഷ്ണൻ പോറ്റി അത് പറയുകയും പറഞ്ഞ ഉടനെ തന്നെ ഇന്നത്തെ മുഖ്യമന്ത്രി, അന്നത്തെ പ്രതിപക്ഷ നേതാവ് പത്രസമ്മേളനം നടത്തുകയും അടിയന്തര പ്രമേയം കൊണ്ടുവരികയും ചെയ്തു. പക്ഷേ ആ പറഞ്ഞ ഉടനെ തന്നെ വിജിലൻസ് അന്വേഷിച്ചപ്പോൾ ഇതേ ഉണ്ണികൃഷ്ണൻ പോറ്റി വീട്ടിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു ഈ പറഞ്ഞ കാര്യങ്ങൾ. ശ്രീ സതീശൻ ഈ പറഞ്ഞ, അല്ല ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ, ആത്മി ദയവേത് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. അതായത് എന്നിട്ടാണ് ശ്രീ വി.ഡി. സതീശന്റെ അടിയന്തര പ്രമേയവും പത്രസമ്മേളനവും എല്ലാം ഉണ്ടാകുന്നത് എന്ന പഴയ കാലം ഓർക്കേണ്ടതുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ മുഖ്യമന്ത്രിയാകുന്നതിന് മുമ്പ് ചാർട്ടേഡ് ഫ്ലൈറ്റ് ആരുമില്ലാതെ ശ്രീ വി.ഡി. സതീശന് വേണ്ടി ലക്ഷങ്ങൾ മുടക്കി മംഗലാപുരത്തേക്ക് പോകാൻ വേണ്ടി അദാനിയുടെ സുഹൃത്തിനെ, അപ്പോൾ ആര്യാടൻ മുഹമ്മദിന്റെ ബന്ധുവിനെ എന്നൊക്കെ പറഞ്ഞു, അദാനിയുടെ പ്രസിഡന്റിനെ കാണാൻ വേണ്ടി പോയ, കർണാടകയിൽ രാജിവെച്ച, കോൺഗ്രസിന് രാജിവെച്ച് BJP-യിലേക്ക് പോയവരെ കാണാൻ വേണ്ടി പോയ ആ ഫ്ലൈറ്റിൽ എങ്ങനെ ഈ കേസിലെ ചോദ്യം ചെയ്ത പ്രതി കൂടി ഉണ്ടായി? രണ്ടാമത്തെ ഉത്തരം കിട്ടേണ്ടതുണ്ട്. ഈ ചോദ്യം കിട്ടുമ്പോഴാണ് ബഹുമാനപ്പെട്ട മന്ത്രി, അതൊക്കെ മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്തതാണ്. അല്ല പറയട്ടെ, പിന്നെ ഞാൻ പറയട്ടെ ഒറ്റ മിനിറ്റ് പറഞ്ഞ് അവസാനിപ്പിച്ചതിന് ശേഷം മറ്റു കാര്യങ്ങളിലേക്ക് കിടക്കാം. അതായത് എന്നിട്ട് ഏറ്റവും ഒടുവിൽ ഈ മന്ത്രിയായിട്ടുള്ള ശ്രീ കെ മുരളീധരൻ ഞാനൊന്നും അറിഞ്ഞില്ല എന്ന് പറയുന്നു, എല്ലാം മുഖ്യമന്ത്രിനെ ഏൽപ്പിച്ചതാണ് എന്ന് കൂടി പറഞ്ഞു വെക്കുമ്പോൾ ഇത് ആരാണ് ഈ നിയമനത്തിൻ്റെ പിന്നിൽ എന്ന ചോദ്യത്തിന് മറുപടി പറയേണ്ടതുണ്ട്. ആരാണ് ഈ പറഞ്ഞ ഈ കേസ് അട്ടിമറിക്കാൻ വേണ്ടി ആരാണ് പ്രവർത്തിച്ചത്? ഞങ്ങളിൽപ്പെട്ട ആളല്ല എന്ന് പറഞ്ഞൊഴിയാനാണോ കോൺഗ്രസ് തയ്യാറാകുന്നത്? മുഖ്യമന്ത്രിയാണോ, വകുപ്പ് മന്ത്രിയാണോ, മറ്റാരെങ്കിലുമാണോ? ഏതായാലും മന്ത്രിസഭയെ അറിയാതെ ഇത്തരം ഒരു കാര്യം ചെയ്യാൻ വേണ്ടി കഴിയില്ല എന്ന ഒരു യാഥാർത്ഥ്യം കൂടി നിലനിൽക്കുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.